SSLC ഫിസിക്സിലെ ഇലക്ട്രോണിക്സ് ആൻഡ് മോഡേൺ ടെക്നോളജി എന്ന് പറയുന്നതിലെ മൂന്നാമത്തെ പാർട്ടാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ടും ട്രാൻസിസ്റ്റേഴ്സ്, ആംപ്ലിഫിക്കേഷൻ എന്താണ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, മോഡേൺ ടെക്നോളജി ആൻഡ് കൺട്രോൾ ഓഫ് ഇ വേസ്റ്റ്, ഈ 4 ടോപ്പിക്കായിരിക്കും മെയിനായിട്ട് കവർ ചെയ്ത് പോകുന്നത്. ആദ്യം വരുന്ന ട്രാൻസിസ്റ്റേഴ്സാണ്. സോ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ കൊണ്ട് ഉണ്ടാക്കുന്ന തന്നെ ആയിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻസ് ആണ്. ഇതിൽ മെയിനായിട്ട് 3 ടെർമിനൽസാണ് ഒരു ട്രാൻസിസ്റ്ററിനുള്ളത്. മിഡിൽ പോർഷനെ നമ്മളെപ്പോഴും ബേസ് എന്ന് വിളിക്കും. ആൻഡ് ബാക്കി 2 ടെർമിനൽസിനെ പറയുന്ന പേരാണ് എമിറ്റർ ആൻഡ് കളക്ടർ എന്ന് പറയുന്നത്. സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും, അതായത് കറണ്ട് ഫ്ലോ ചെയ്യും. ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും, അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ട്രാൻസിസ്റ്റേഴ്സിന് ഇനി 2 ടൈപ്പാണുള്ളത്. PNP ട്രാൻസിസ്റ്ററും NPN ട്രാൻസിസ്റ്ററും ഉണ്ട്. PNP ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും നടുക്കത്തെ റീജിയൻ എന്ന് പറയുന്നത് N റീജിയൻ ആയിരിക്കും, ബാക്കി 2 റീജിയൻസും P റീജിയൻ ആയിരിക്കും. സോ ഒരു ക്രിസ്റ്റൽ ഹാവിങ് N റീജിയൻ ബിറ്റ്വീൻ 2 P റീജിയൻ എന്നാണ് നമ്മൾ PNP ട്രാൻസിസ്റ്ററിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഇതിനൊരു സിമ്പിളുണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ കോമൺ സിമ്പിൾ തന്നെയാണ്, പക്ഷേ ആരോയിൽ മാത്രമാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞു PNP എന്ന് പറയുമ്പോഴേക്കും എമിറ്റർ ബേസ് ജംഗ്ഷനിലോട്ടാണ് ആരോ വരുന്നത്. അതായത് പയ്യൻ അകത്ത് എന്നുള്ള ഒരു കോഡ് യൂസ് ചെയ്തിട്ട് അകത്തോട്ട് ആരോ ഇടാനും പറ്റും, അല്ലെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ്റെ അകത്തോട്ട് ആരോ ഇട്ടാൽ മതി. ആൻഡ് നെക്സ്റ്റ് ഈസ് NPN ട്രാൻസിസ്റ്റർ. ഇവിടെ എന്ന് പറയുമ്പോഴേക്കും 2 N റീജിയന് ഇടയ്ക്കായിട്ട് ഒരു P റീജിയൻ വരും. ക്രിസ്റ്റൽ ഹാവിങ് P റീജിയൻ ബിറ്റ്വീൻ 2 N റീജിയൻ, അതാണ് NPN ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എമിറ്റർ ബേസിൽ എമിറ്ററിൻ്റെ അങ്ങോട്ടായിരിക്കും ആരോ. നേരത്തെ നമ്മൾ പഠിച്ചാണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ആരോ ഇടാൻ പഠിച്ചിരുന്നാൽ മതിയാവും. ആൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് മെയിൻ ഫംഗ്ഷൻ ഓഫ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആംപ്ലിഫിക്കേഷൻ എന്താണെന്നാണ്. അതായത് മൈക്രോഫോൺസ് ഉണ്ടല്ലോ, മൈക്രോഫോൺസ് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോഫോൺസ് എന്ന് പറയുന്നത് സൗണ്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്ന് പറയുന്നത് വളരെ വീക്ക് സിഗ്നൽസ് ആയിരിക്കും, ഒട്ടും ആരോഗ്യമില്ലാത്ത സിഗ്നൽസ് ആയിരിക്കും. സോ അതിന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ വീക്ക് സിഗ്നൽസിനെ ആംപ്ലിഫയറിൽ കൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് വിടും. ആംപ്ലിഫയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് വിടുമ്പോൾ അവർ സ്ട്രെങ്ത് വയ്ക്കും. അങ്ങനെ സ്ട്രെങ്ത് വെച്ചാൽ മാത്രമേ ഈ ഇലക്ട്രിക് സിഗ്നൽസിന് ലൗഡ് സ്പീക്കറിലെ വോയിസ് കോയിലിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂ. സോ ഈ വീക്ക് സിഗ്നൽസിന് നമ്മൾ ആംപ്ലിഫയറിൽ കൂടെ പാസ് ചെയ്ത് വിടുമ്പോൾ സിഗ്നൽസ് എന്താവും, സ്ട്രെങ്ത് വയ്ക്കും. അങ്ങനെ അത് ലൗഡ് സ്പീക്കറിൻ്റെ വോയിസ് കോയിലിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുമ്പോഴേക്കും ഈ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ എന്തുവരും, ചേഞ്ച് വരും. ആംപ്ലിറ്റ്യൂഡ് കൂടും, പക്ഷേ ഫ്രീക്വൻസിയിൽ മാറ്റമൊന്നും ഉണ്ടായിരിക്കത്തില്ല. സോ ആംപ്ലിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ വീക്ക് ഇലക്ട്രിക് സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രോസസ്സാണ് ആംപ്ലിഫിക്കേഷൻ. ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത് വഴി വീക്ക് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കൂടും, അതുപോലെ തന്നെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടും, ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പിന്നെ ഒരു 2 ഗ്രാഫ് വരയ്ക്കേണ്ടി വരും. അതായത് ആദ്യം വീക്ക് സിഗ്നലാണ്, ഇൻപുട്ട് എന്ന് പറയുന്നത് വീക്ക് സിഗ്നലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് നല്ല സ്ട്രോങ് സിഗ്നലാണെന്നുള്ള രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഗ്രാഫ് വരയ്ക്കണം. അത് ആ ടെക്സ്റ്റിൽ പേജ് നമ്പർ 125 ഫിഗർ 7.14 കാണിച്ചിട്ടുണ്ട്. ആ ഗ്രാഫ് കമ്പൽസറി ആയിട്ട് വരച്ചിരിക്കണം. നെക്സ്റ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്താണെന്ന് വരുന്നത്. സോ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ കപ്പാസിറ്റർ, ഡയോഡ്, റെസിസ്റ്റർ അങ്ങനെ ഓരോന്നിനെ സെപ്പറേറ്റ്ലി ഫിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒറ്റ സെമി കണ്ടക്ടർ ക്രിസ്റ്റലിൽ എല്ലാം കൂടെ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഒരൊറ്റ ചിപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്സ്, IC ചിപ്സ് എന്നും വിളിക്കാറുണ്ട്. സോ IC ചിപ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സൈസ് ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. ഹൈ എഫിഷ്യൻസി തരുന്നുണ്ട്, ക്രെഡിബിലിറ്റി ഉണ്ട്, ലോ എനർജി കൺസംഷൻ, ഹൈ ലോഞ്ചവിറ്റി, ഇതൊക്കെയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഈസ് മോഡേൺ ടെക്നോളജി എന്താണ്. മോഡേൺ ടെക്നോളജിയിൽ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിൽ വരുന്നത് ഫസ്റ്റ് വരുന്ന ടെലികമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ്. ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ മോഡേൺ ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ താഴെ വരുന്നത്. സോ മോഡേൺ ടെലികമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് എന്താണ്, മൊബൈൽ ഫോൺ, ലാൻഡ് ഫോൺ, ടെലിവിഷൻ, റേഡിയോ, ഇൻ്റർനെറ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഈസ് ഫോട്ടോണിക്സ്.
ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണിക്സ് എന്താണെന്നുള്ളത്. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, അവരുടെ യൂസ്, അവരുടെ കൺട്രോൾ എങ്ങനെയാണെന്നുള്ളത് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനാണ് നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോട്ടോൺസ് എന്താണ്, അവരുടെ യൂസ് എങ്ങനെയാണ്, അവരുടെ കൺട്രോൾ എങ്ങനെയാണെന്ന് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെ ഫോട്ടോണിക്സ് എന്ന് പറയും. ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾസ്, അതാണ് ഫോട്ടോണിക്സിൽ മെയിനായിട്ട് വരുന്നത്. സോ ഈ ടോപ്പിക്കിൻ്റെ താഴെ വരുന്നതാണ് ലേസർ ഓപ്റ്റിക്സ്, ഫൈബർ ഓപ്റ്റിക്സ് ഒക്കെ. ഇതൊക്കെ ഈ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ ബ്രാഞ്ചസ് ആണ് ലേസർ ഓപ്റ്റിക്സ്, ഫൈബർ ഓപ്റ്റിക്സ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഇത് എവിടെയാണ് നമ്മൾ ലേസർ ഓപ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ലേസർ ഓപ്റ്റിക്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ബ്രാഞ്ച് ആണെന്ന് പറഞ്ഞാൽ അതെവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കുന്നത് ബാർകോഡ് റീഡർ, CD, DVD റൈറ്റർ, സ്കാനർ, പ്രിൻറ്റർ, വെൽഡിങ്ങിലൊക്കെയാണ്, ഡ്രില്ലിംഗ്, കട്ടിങ്ങിലൊക്കെയാണ് നമ്മൾ ലേസർ ഓപ്റ്റിക്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫൈബർ ഓപ്റ്റിക്സ് എന്താണ്? ഫൈബർ ഓപ്റ്റിക്സ് ഇസ് അതർവൈസ് നോൺ ആസ് ഒപ്റ്റിക് ഫൈബേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ടെലികമ്മ്യൂണിക്കേഷനിൽ തന്നെയാണ് നമ്മൾ ഫൈബർ ഓപ്റ്റിക്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു എനർജി ലോസും ഇല്ലാണ്ട് സിഗ്നലിനെ സെൻഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഫൈബർ ഓപ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഒരു സിഗ്നലിനെ സെൻഡ് ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ എനർജി ലോസ് ഉണ്ടായിരിക്കും. ഒരു എനർജി ലോസ് ഇല്ലാണ്ട് സിഗ്നലിനെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈബർ ഓപ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അടുത്ത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് വൈഫൈ ആണ്. വൈഫൈ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം, അതായത് വയർ വച്ച് കണക്ട് ചെയ്യാണ്ട് റേഡിയോ വേവ്സ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, റേഡിയോ വേവ്സ് വെച്ചിട്ട് നമ്മൾ സിഗ്നൽസിനെ, ഡേറ്റനെ ട്രാൻസ്ഫർ ചെയ്യുക, അതാണ് വൈഫൈ എന്ന് പറയുന്നത്. അതായത് ഡേറ്റ ഇസ് ട്രാൻസ്ഫേർഡ് യൂസിങ് റേഡിയോ വേവ്സ് ആണ്, വിത്തൗട്ട് കണക്റ്റിംഗ് വിത്ത് വയേഴ്സ് വെച്ച് കണക്ട് ചെയ്യാതെ റേഡിയോ വേവ്സ് വെച്ചിട്ട് നമ്മൾ ഡേറ്റനെ ട്രാൻസ്ഫർ ചെയ്യുക. ഇതിൻ്റെ യൂസ് എന്താ വെച്ചാൽ ഒരു സിംഗിൾ വൈഫൈ മോഡം വെച്ചിട്ട് നമുക്ക് ഒരുപാട് കമ്പ്യൂട്ടേഴ്സിന് ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യാൻ പറ്റും, വയർ കണക്ഷൻ ഇല്ലാണ്ട്. അങ്ങനെ മൊബൈൽ ഫോൺസ് വഴി പോലും നമുക്ക് ട്രാൻസ്ഫറിങ് പോസിബിൾ ആയിട്ടുണ്ട് വൈഫൈ വന്നതിന് ശേഷം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിജിറ്റൽ ക്യാമറാസ് എന്താണ്. സോ ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത് ഓർഡിനറി ക്യാമറയിൽ നമ്മൾ ക്യാമറയിൽ ഫോക്കസ് ചെയ്തിട്ട് കോൺവെക്സ് ലെൻസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രണ്ട് ക്യാമറ ഫോക്കസ് ചെയ്താണ് ഇമേജസ് എടുക്കുന്നത്. പക്ഷേ ഡിജിറ്റൽ ക്യാമറയിലെന്ന് പറയുന്നത് പിക്ചേഴ്സും സീൻസും എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഇത് മെയിനായിട്ട് നമ്മൾ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എക്യുപ്മെൻറ്റിൻ്റെ ഹെൽപ്പ് വേണമായിരിക്കും. അതായത് ഇമേജ് സെൻസേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ എത്ര നമ്പർ ഓഫ് പിക്സൽസ് കൂടുവോ അതിനനുസരിച്ച് പിക്ചറിൻ്റെ ക്ലാരിറ്റിയും കൂടിക്കൊണ്ടേയിരിക്കും. നമ്പർ ഓഫ് പിക്സൽസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ക്ലാരിറ്റിയും കൂടിയിരിക്കുന്നതായിരിക്കും. ആൻഡ് ഈ ഡിജിറ്റൽ ക്യാമറസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡ്രോൺസ് ഉണ്ട്, മൊബൈൽ ഫോൺ, CCTV, റേ ക്യാമറ, മോട്ടോർ വെഹിക്കിൾസിലൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള റേ ക്യാമറാസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത് വരുന്നത് ഹൈ ഡെഫിനിഷൻ ട്രാൻസ്മിഷനാണ്. HD ട്രാൻസ്മിഷൻ എന്ന് പറയും, ഹൈ ഡെഫിനിഷൻ. സോ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രെയിമിൽ എത്ര നമ്പർ ഓഫ് പിക്സൽസ് വേണം എന്നുള്ള കാര്യം നമ്മൾ പിക്സൽസ് വേണം എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നതായിരിക്കും. ആൻഡ് ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസ് പറയുമ്പോൾ മൊബൈൽ ഫോൺസ് ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടേഴ്സ്, സ്ക്രീൻ, സിനിമ തിയേറ്റർ, ടെലിവിഷൻ, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് HD ട്രാൻസ്മിഷൻ ഇപ്പോൾ പോസിബിളാണ്. ഈ ഒരു സമയത്ത് ഒരുപാട് പോസിബിളാണ്. അതിന് എക്സാമ്പിൾസാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അതായത് എത്ര നമ്പർ ഓഫ് പിക്സൽ വേണം എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു ഫ്രെയിമിൽ എത്ര നമ്പർ ഓഫ് പിക്സൽ വേണം എന്നുള്ളത് നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ഇസ് നാനോ ടെക്നോളജി. നാനോ ടെക്നോളജി എന്ന് പറയുമ്പം നാനോ എന്ന് പറയുന്ന വേർഡ് എന്താ മീൻ ചെയ്യുന്നത്, വളരെ സ്മോൾ എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 3 ആറ്റത്തിന് നമ്മൾ ഒരു ലൈനിൽ അലൈൻ ചെയ്യുമ്പോൾ എത്രയാണോ ലെങ്ത് വരുന്നത് അതാണ് 1 നാനോമീറ്റർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പുതിയ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡിവൈസിൻ്റെ പുതിയ പാർട്സ് പഠിക്കുന്നതിനെ പറ്റിയുള്ള ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അപ്പോൾ പുതിയ ഡിവൈസ് അല്ലെങ്കിൽ പുതിയ പാർട്സ് ഓഫ് ഡിവൈസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്നത് 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ സൈസിലായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ നാനോ ടെക്നോളജി എന്ന് മെയിനായിട്ട് പറയുന്നത്. ആൻഡ് ഈ നാനോ സൈസിൽ നമ്മൾ സാധനത്തിൻ്റെ സൈസ് ലിമിറ്റ് ചെയ്യുമ്പോഴേക്കും റേഷ്യോ എന്ന് പറയുന്നത് സർഫസ് ഏരിയ ടു വോളിയം എന്ന് പറയുന്നത് കൂടി വരാം. സോ നാനോ സൈസിലായിരിക്കും നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. സോ സർഫസ് ഏരിയ ടു വോളിയം വരുന്ന റേഷ്യോ കൂടി വരാവുന്നതാണ്. അതായത് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒപ്പേക്ക് സബ്സ്റ്റൻസ് ടു
ട്രാൻസ്പാരൻറ്റ് സബ്സ്റ്റൻസ് മാറി വരുന്നത്, ഒപ്പേക്ക് സബ്സ്റ്റൻസ് ട്രാൻസ്പാരൻറ്റ് സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നത് എക്സാമ്പിളാണ്. പിന്നെ നോൺ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് കമ്പഷൻ അണ്ടർഗോ ചെയ്യുന്നത് ഇതിൻ്റെ എക്സാമ്പിളാണ്. ഇതൊക്കെയാണ് ഹൈ ഡെഫിനിഷന് കോമൺ ആയിട്ട് വരുന്ന നാനോ ടെക്നോളജിക്ക് കോമൺ ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജി ചോദിക്കുമ്പോൾ നാനോ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് സൈസാണ്. 1 നാനോമീറ്ററിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3 ആറ്റത്തിനെ ക്ലോസ്ലി അലൈൻ ചെയ്യുന്നതാണ് ലെങ്ത്. നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അതെങ്ങനെ പുതിയ സബ്സ്റ്റൻസിനെ ഉണ്ടാക്കാം, പാർട്സ് ഓഫ് ഡിവൈസ് ഉണ്ടാക്കാം, അതും 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ റേഞ്ചിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആൻഡ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അതായത് ബാൻഡേജസ്, നമ്മുടെ വൂൺസ് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബാൻഡേജസ് ഉണ്ടാക്കാൻ, ബാറ്ററീസ് ഉണ്ടാക്കാൻ, പെയിൻറ്റ് വാർണിഷ് ഉണ്ടാക്കാൻ, ഡിസ്പ്ലേ സ്ക്രീൻസ് ഉണ്ടാക്കാൻ, പിന്നെ ലോങ് ലാസ്റ്റിംഗ് ടെന്നീസ് ബോൾസ് ഒക്കെ ഉണ്ടാക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും നാനോ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജിയിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് റോബോട്ടിക്സ് എന്താണെന്നുള്ളതാണ്. റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആൻഡ് യൂസസ് ഓഫ് റോബോട്ടിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസാണ് റോബോട്ടിക്സ്. സോ കൺസ്ട്രക്ഷൻ ആൻഡ് യൂസസ് ഓഫ് റോബോട്ട്സിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. റോബോട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത, മനുഷ്യന് പോസിബിളും ഇമ്പോസിബിളും ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ രണ്ട് ടാസ്കും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള മെഷീൻസിനെയാണ് നമ്മൾ റോബോട്ട്സ് എന്ന് പറയുന്നത്. അതായത് ദീസ് ആർ മെഷീൻസ് ഡിസൈൻ ടു പെർഫോം ദോസ് ടാസ്ക് വിച്ച് ആർ ബോത്ത് പോസിബിൾ ആൻഡ് ഇമ്പോസിബിൾ ഫോർ ഹ്യൂമൻ ബീങ്സ്. പോസിബിളും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ റോബോട്ട്സ് എന്ന് പറയുന്നത്. ഇതിനെ മെഷീൻ മെൻ എന്ന് നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ് പല ടൈപ്സ് ഓഫ് ഫീൽഡ്സിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആദ്യം ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ എന്തിനാണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ്സിന് ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ റോബോട്ട്സ് യൂസ് ചെയ്യുന്നത്. അതായത് വെൽഡിങ്, കട്ടിങ്, അസംബ്ലിങ്, മെൽറ്റിംഗ്, പ്യൂരിഫിക്കേഷൻ, ഇങ്ങനത്തെ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നത്. മൊബൈൽ റോബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ലെഗ്സ്, വീൽസ് ഒക്കെ വെച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് മൊബൈൽ റോബോട്ട്. ഫീൽഡ് ഓഫ് ഡിഫൻസിൽ മെയിനായിട്ട് വരുന്ന ഡ്രോൺസ് ആണ്. അത് വൈഡ്ലി എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഡ്രോൺസ് എന്ന് പറയുന്നത്. അതായത് അവരുടെ ആക്യുറസി, പ്രിസിഷൻ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ഈ 3 ക്വാളിറ്റി കാരണമാണ് ഡ്രോൺസിനെ നമ്മൾ ഡിഫൻസ് ഫീൽഡിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അവർ എയറിൽ ഫ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് GPS സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്ത് പോകുന്നത്. ആൻഡ് എഡ്യൂക്കേഷൻ പർപ്പസിൽ, അതായത് റോബോട്ടിക് കിറ്റ്, റോബോട്ടിക് ലാബ്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് റോബോട്ട്സ് എന്ന് പറയുമ്പോൾ ക്ലീനിങ്, വാഷിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഡൊമസ്റ്റിക് റോബോട്ട്സ് യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ ഫീൽഡിൽ സർജറി ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് പേഷ്യൻസിന് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് ലിഫ്റ്റ് ചെയ്യാൻ, മൂവ് ചെയ്യാനൊക്കെ മെഡിക്കൽ ഫീൽഡിൽ റോബോട്ട്സിനെ യൂസ് ചെയ്യും. സർജറിക്കും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അഗ്രികൾച്ചർ ഫീൽഡ്, അതായത് പ്ലൗവിങ്, സോയിങ്, ലോഡിങ്, അൺലോഡിങ്ങിനൊക്കെ നമ്മൾ റോബോട്ട്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് റോബോട്ടിക്സിനെ പറ്റിയുള്ളത്. നെക്സ്റ്റ് ഇസ് കൺട്രോൾ ഓഫ് വേസ്റ്റ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്ത നോൺ യൂസബിൾ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ വേസ്റ്റാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടേഴ്സ്, TVs, മൊബൈൽ ഫോൺസ്, ഇതൊക്കെ ചീത്തയായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊന്നും ബയോഡിഗ്രേഡബിൾ അല്ല. സോ അങ്ങനെയുള്ള വേസ്റ്റിനെ പറയുന്ന പേരാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇവരെന്ന് പറയുന്നത് നമ്മുടെ സോയിലിനെയും അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സിനെ എന്തായാലും എഫക്റ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു സർക്യൂട്ട് ബോർഡിലുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ബാറ്ററി ആയാലും കപ്പാസിറ്റർ ആയാലും ട്രാൻസ്ഫോമർ ആയാലും ഇത് എന്ത് തന്നെ ആയാലും നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് ബയോഡിഗ്രേഡബിൾ അല്ല. സോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്ലാസ്റ്റിക്സും കാണും. സോ ഈ എല്ലാ ടോക്സിക്കും ചേർന്നിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റിനെ നല്ല രീതിയിൽ പൊള്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എൻവയോൺമെൻറ്റിനെന്ന് പറയുമ്പോഴും സോയിലിനെയും ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സിനെയും ഇത് ഭയങ്കര അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെയുള്ള ഓരോന്നിലുള്ള പ്ലാസ്റ്റിക് ആയാലും ഈ പറഞ്ഞ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിലുള്ള ടോക്സിക് സബ്സ്റ്റൻസസ് ഒക്കെ വെള്ളത്തിൽ അണ്ടർഗ്രൗണ്ട് വാട്ടറിലോട്ട് എത്തും. നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് എന്തായാലും ഗ്രൗണ്ടിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് വെള്ളത്തിലും അണ്ടർഗ്രൗണ്ട് വാട്ടറിലും എത്തും. അപ്പോൾ അത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഹ്യൂമൻ ബീങ്സിനെ തന്നെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. സോ ഹ്യൂമൻ ബീങ്സിലാണെങ്കിൽ നെർവസ് സിസ്റ്റം, കിഡ്നീസ്, ബ്രെയിൻ ടിഷ്യൂ, DNA ഇതിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന സീരിയസ് പ്രോബ്ലംസ് വരാം. അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് ക്യാൻസർ, സ്കിൻ ഡിസീസ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാക്കാം. സോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നതും വേസ്റ്റിൽ ഒരു പ്രധാന കണ്ടൻറ്റ് ആണ് വിച്ച് മേ കോസ് എൻവയോൺമെൻറ്റ് പ്രോബ്ലംസ് ആണ്. സോ ഇതിനെ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. സോ ഇത് ഇത്രയാണ് കൺട്രോൾ ഓഫ് വേസ്റ്റ്. അതിന് നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ തന്നെ അത് ബാഡ്ലി എഫക്റ്റ് ചെയ്യും. സോ ഇത് ഇത്രയാണ് കൺട്രോൾ ഓഫ് വേസ്റ്റിൽ വരുന്നത്.